ഹായ് ഓൾ, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളി സാലഡിൻ്റെ റെസിപ്പിയാണേ. ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, ടേസ്റ്റോ അത്രയ്ക്ക് സൂപ്പറാണ്. ഇത് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഏത് സ്പെഷ്യൽ റൈസിൻ്റെ കൂടി പെർഫെക്റ്റ് കോമ്പിനേഷനാണേ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഈ സിമ്പിളായിട്ടുള്ള ഓണിയൻ സാലഡ് റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനൊരു വലിയ സവാളയാണ് എടുത്തത്, അത് എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണേ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബൗളിലോട്ടേക്ക് സവാള മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള ജസ്റ്റ് ഒന്നൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മല്ലി പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ, ഓവറായിട്ട് ഗ്രൈൻഡ് ആയി പോരുത്. ഇതുപോലെ മതി കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ വെള്ളമൊക്കെ ഊറ്റി വെക്കണേ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മിക്സില്ലേ, അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ സാലഡിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ. എന്നിട്ട് ആ മസാലയും വെളിച്ചെണ്ണയും നാരങ്ങാ നീരൊക്കെ ഉള്ളിയുടെ എല്ലായിടത്തും എത്തണേ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്ര ഈസിയല്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാലും വീഡിയോ കണ്ടു ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായി കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.